സൗദി റിയാദിൽ പ്രവാസി സംഘടനകളുടെ നേതൃത്വത്തിൽ വിപുലമായ ഓണാഘോഷ പരിപാടികൾ പുരോഗമിക്കുകയാണ്. നാട്ടിലേതിന് സമാനമായ സദ്യയും ഒത്തുചേരലും കലാപരിപാടികളുമൊക്കെയായാണ് ഓണാഘോഷ പരിപാടികൾ. അവധി ദിനവും തിരുവോണവും ഒന്നിച്ചെത്തിയതോടെ സൗദിയിലും ഓണമൂഡിലാണ് പ്രവാസികൾ. വെള്ളിയാഴ്ചയും തിരുവോണവും ഒരുമിച്ച് വന്നപ്പോൾ പ്രവാസികൾക്ക് ആഘോഷത്തിന് ഇരട്ടി മധുരമായിരിക്കുകയാണ്. സൗദിയിലുടനീളമുള്ള പ്രവിശ്യകളിൽ ഓണാഘോഷം ഗംഭീരമായിട്ട് തന്നെ പൊടിപൊടിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് റിയാദ് ടാക്കീസിലെ സൗദിയിലെ മലയാളി കമ്മ്യൂണിറ്റികളിൽ പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിറ്റി ആയിട്ടുള്ള റിയാദ് ടാക്കീസിന്റെ ഓണാഘോഷ പരിപാടിയിലാണ്. ഇവിടെ വളരെ കളർഫുൾ ആയിട്ടുള്ള ആഘോഷ പരിപാടികളാണ് സംവിധാനിച്ചിട്ടുള്ളത്. എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു വലിയൊരു ചുണ്ടൻ വെള്ളം തന്നെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ നിരവധിയായിട്ടുള്ള സംഗതികളാണ്. ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം വരുന്നുണ്ട്. നല്ല രസമായിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇനി ഇവിടെ നടക്കാനിരിക്കുന്ന ഒരു മത്സരമാണ് ഉറിയടി മത്സരം. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഉറിയടി മത്സരം, അതിനുള്ള ഉറിയൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഇതിനകത്ത് ഒരുപാട് പരിപാടികൾ, സാംസ്കാരിക പരിപാടികൾ, ഇത്തരത്തിലുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. കേരള സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് നൃത്തങ്ങളുണ്ട്, അതുപോലെ ഓണപ്പാട്ട്, അങ്ങനെ ഇത്തരം ഒരുപാട് കാഴ്ചകളാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നത്. അങ്ങനെ സൗദിയിൽ ആദ്യമായി ഓണാഘോഷത്തിന് വള്ളംകളി കൂടി കാണാൻ പോവാണ്. ഇവിടെ വള്ളംകളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗംഭീര വള്ളംകളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വള്ളംകളിയാണല്ലോ അല്ലേ? വരെ എത്തി? ഏകദേശം അടുക്കാറായി. എപ്പോ തുടങ്ങിയതാണ്? ഒരു 2 മിനിറ്റ് മുമ്പ് തുടങ്ങിയതാണ്. ഞങ്ങൾ വളരെ വേഗത്തിലാണ് തുടങ്ങിയത്. നമ്മുടെ ടീമിൽ നമ്മൾ 8 പേരുണ്ട്. ക്യാപ്റ്റനാണ്. സൗദിയിലുടനീളം വ്യത്യസ്തമായിട്ടുള്ള ഓണാഘോഷ പരിപാടികളാണ് ഇത്തവണ പ്രത്യേകമായിട്ട് ഒരുക്കിയിട്ടുള്ളത്. ഇതെന്റെ പുറകിൽ വളരെ കളർഫുൾ ആയിട്ടല്ലേ, ഓണപ്പൂക്കളം ഇട്ട പോലെ കുറെ ആളുകളെ കാണാം അല്ലെ. നല്ല കളർഫുൾ ആയിട്ടുണ്ടല്ലോ ഡ്രസ്സൊക്കെ നാട്ടിൽ നിന്ന് തന്നെ കോസ്റ്റ്യൂം എല്ലാം അവിടെ തന്നെ വരുത്തിച്ചതാണ്. പിന്നെ കേരളത്തിന്റെ തനതായ രൂപങ്ങൾ, എല്ലാ ചരിത്രങ്ങളും കൂടെ ഒത്തൊരുങ്ങിയിട്ടുള്ള ഒരു കോസ്റ്റ്യൂമാണ്. ഇത് നമുക്ക് ഘോഷയാത്ര ഉണ്ട്. അതായത് നമ്മളെ മാവേലിയെ എഴുന്നള്ളത്താണ്. നാട്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത്? സൗദിയിലെ മഹാബലി നമ്മുടെ വർഷങ്ങളായിട്ട് നമ്മുടെ സ്വന്തം ജോസേട്ടനാണ് മാവേലി. അത് ഇവിടുത്തെ റിയാദിന്റെ ഒരു സ്വന്തം മാവേലിയാണ്. സദ്യ എന്ന് പറഞ്ഞാൽ മറ്റുള്ള സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളാണ് ഇവിടെ റിയാസ് ടാക്കീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാ വിഭവങ്ങളും നമ്മളെ ഇന്നലെ മുതൽ പ്രിപ്പറേഷൻ തുടങ്ങി നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത എല്ലാ വിഭവങ്ങളാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓണൊക്കെ ഗംഭീരമായോ? എന്തൊക്കെ കണ്ട്? കുറെ അടിച്ചു പൊളിച്ചു. ഞാൻ പായസം കുറിച്ചില്ല. നമ്മളിപ്പോൾ റിയാദ് ടാക്കീസിന്റെ പൊന്നോണം 2025 നമ്മളിപ്പോൾ സദ്യയൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഫുൾ എനർജിയിൽ നിൽക്കുകയാണ്. 2 തരം പായസം ഇവരെല്ലാം സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത ഫുഡായതുകൊണ്ട് എല്ലാം അടിപൊളിയായിരുന്നു. ഇവിടെ അടിപൊളിയായിട്ട് ആഘോഷങ്ങളുടെ ഇടയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പ്രവാസിയായിട്ടുള്ളത് എത്രാമത്തെ ഓണാണ്? ഇതിൽ ഏറ്റവും കൂടുതൽ ഓണം പ്രവാസ ലോകത്തിന് 13ാമത്തെ ഓണമാണിത്. 13ാമത്തെ ഓണത്തിൽ എനിക്ക് തോന്നുന്നു 11 ഓണവും ഞാൻ റിയാദ് ടാക്കീസിന്റെ കൂടെയാണ് ആഘോഷിച്ചിട്ടുള്ളത്. സൗദിയിലുടനീളം എല്ലാ വാരാന്ത്യങ്ങളിലും വൈകുന്നേരങ്ങളിലും ഓണാഘോഷങ്ങൾ ഏകദേശം ഡിസംബർ അവസാനം വരെ തുടരും. റിയാദിൽ നിന്നും കണ്ണൻ നിലമ്പൂരിനൊപ്പം വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1. ആട്ടവും പാട്ടും മാത്രമല്ല, ക്ഷേത്രകലകളായ കഥകളിയും ചാക്യാർകൂത്തും വരെ ഓണക്കാലത്ത് ദുബായിലെത്തും. കെട്ടുവള്ളവും ഊഞ്ഞാലും ഒക്കെയായിട്ടാണ് ഹോട്ടലുകൾ കേരളത്തെ മരുഭൂമിയിൽ പുനഃസൃഷ്ടിക്കുക. ഇന്ന് നബിദിനത്തിന്റെ പൊതു അവധി ദിവസം തിരുവോണം എത്തിയതോടെ UAE ഓണത്തിന്റെ മൂഡ് വേറെ ലെവലാണ്. ദുബായിൽ നിന്ന് ഷിനോജ് ഷംസുദ്ദീൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ക്ഷേത്രകലകളെയൊക്കെ അണിനിരത്തിയാണ് ദുബൈയിലെ ഫ്ലോറ ഇന്നിലെ മൺസൂൺ റെസ്റ്റോറന്റ് ഓണാഘോഷം സംഘടിപ്പിച്ചത്. ഇവിടെ സാധാരണ ദുബൈയിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് കഥകളിയൊക്കെ സജീവമാവാറുണ്ടോ? ഇപ്പം ഇങ്ങനെ സജീവമായി വരുന്നുണ്ട്. നേരത്തെ വേഷങ്ങൾ കെട്ടാറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആൾക്കാർ. ഇപ്പം പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ചെറിയ 10-12 മിനിറ്റുള്ള ഏതെങ്കിലുമൊക്കെ ഒരു രംഗം എടുത്തിട്ട് ഒരു നാഥന്മാരെ അനുഗ്രഹം കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ പോകണം.
ഓണത്തിന് ഊഞ്ഞാല് മിസ് ചെയ്യുന്നവർക്ക് ഊഞ്ഞാല് വരെ ഇവിടെ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. ആർക്കും വന്നിരുന്ന് ഊഞ്ഞാലാടാം. അപ്പോൾ ഈ ഓണാഘോഷത്തിൻ്റെ സംഘാടകരാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇങ്ങനൊരു കൺസെപ്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള കാരണം എന്താ? നമ്മൾ കഴിഞ്ഞ 5 വർഷമായിട്ട് UAE ഓണം നമ്മളാണ് ഓണം ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഡിഫറെൻറ്റ് കോൺസെപ്റ്റാണ് ഇവിടെ നമ്മൾ ചെയ്യാറുള്ളത്. കഴിഞ്ഞ തവണ ഫുള്ളി നമ്മൾ വില്ലേജ് അല്ലെങ്കിൽ ഒരു നാട്ടിലെ ഗ്രാമപ്രദേശത്ത് നടക്കുന്ന ഒരു ഓണത്തിൻ്റെ കോൺസെപ്റ്റായിരുന്നു. ഇത്തവണ ഇത് ഗ്രാമപ്രദേശത്ത് നിന്ന് സിറ്റിയിലേക്ക് മൂവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 26 ഐറ്റംസ് ആണ് അടങ്ങിയിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ട്രഡീഷണൽ സദ്യയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു വള്ളവനാടൻ സ്റ്റൈലാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നത്. ഈ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ പ്രോഡക്ട്സും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും അത് റീസൈക്കിൾഡും റീയൂസും ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഫ്ലോറ മോർ സസ്റ്റൈനബിൾ ആയിരിക്കണം എല്ലാ ആഘോഷങ്ങളും എന്നുള്ളൊരു വിശ്വാസമാണ് നമുക്കുള്ളത്. ആദ്യമൊക്കെ മിസ് ചെയ്തിരുന്നു, പിന്നെ ദുബൈയിലെ ആഘോഷം അങ്ങ് കളറായി. അപ്പോൾ നാട്ടിലെ ആഘോഷങ്ങളൊന്നും നമ്മളിപ്പോൾ മിസ് ചെയ്യാറില്ല. ശരിക്കും ഡിസംബർ വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷമാണല്ലോ ഇപ്പോൾ. ദുബൈയിലെ ഓണം വേറെ മൂഡാണ്, വേറെ ലെവലാണ്. യാസിർ അറഫാത്തിനൊപ്പം ഷിനു ഷംസുദ്ദീൻ, മീഡിയ വൺ, ദുബായ്. ദുബൈയിലെ ഓണാഘോഷം മുണ്ടിന്റെ കൂടി ആഘോഷമാണ്. പൊതുസ്ഥലങ്ങളിൽ സന്തോഷത്തോടെ മുണ്ട് മാടിക്കുത്തി നടക്കുന്നവരുടെ ആഘോഷം. മലയാളികളല്ലാത്തവരും മുണ്ടുടുത്തിറങ്ങുന്നതാണ് ദുബൈയിലെ ഒരു ഓണം. ഷിനു ഷംസുദ്ദീന്റെ മറ്റൊരു റിപ്പോർട്ട്. പ്രവാസ ലോകവും തിരുവോണത്തിൻ്റെ ലഹരിയിലാണ്. സാധാരണ നിറയെ മലയാളികളുള്ള സ്ഥലമാണ് ദുബൈ എന്നുണ്ടെങ്കിലും പബ്ലിക്കായിട്ട് മുണ്ടെടുത്തവരെ നമുക്ക് കാണുന്നത് വളരെ അപൂർവമാണ്. അതങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ ഓണ ദിവസമായിരിക്കും. അത് മലയാളികൾ മാത്രമല്ല, ബാക്കിയുള്ള ഭാഷക്കാരും നാട്ടുകാരും ഒക്കെ മുണ്ടെടുത്ത് കാണുന്ന ദിവസമാണത്. ഇതാ മുണ്ടെടുത്ത് ആളുകൾ കേരളീയ വേഷത്തിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ സാധാരണ ദുബൈയിൽ മുണ്ടെടുത്ത് നടക്കൽ ശീലമില്ലാത്തതാണല്ലോ. ഇപ്പോൾ ഓണ ദിവസമാണ് മലയാളികൾ പോലും മുണ്ടെടുക്കുന്നത്. ഇങ്ങനെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ? നടക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. വളരെ അടിയിൽ 2 സംഭവങ്ങൾ ഇട്ടിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പറഞ്ഞു പോവുമോ, മെട്രോ കയറുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അല്ലാതെ നടക്കുമ്പോഴെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും ഒരു രസമാണ്. ഈ ഒരു ഓണത്തിൻ്റെ ഒരു വൈബ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ മുണ്ടെടുത്ത് പിന്നെ ഒന്ന് പുറത്തിറങ്ങി എല്ലായിടത്തും ഒന്ന് പോയി നടന്നാലാണ് നമുക്ക് അതിൻ്റെ ഒരു നല്ലൊരു എഫക്റ്റ് കിട്ടുള്ളൂ. മുണ്ടെടുത്തവരെ പബ്ലിക്കായിട്ട് കാണുന്ന ദിവസം കൂടിയാണെന്ന്. മുണ്ടെടുത്ത് എല്ലാവരും ഇപ്പം നോക്കുമ്പോൾ മലയാളികൾ മാത്രമല്ല, ഇവൻ ഞങ്ങളെ കമ്പനിയിൽ തന്നെയാണെങ്കിലും ആഫ്രിക്കൻസ് ഉണ്ട്, ഫിലിപ്പീൻസ് ഉണ്ട്, അവരെല്ലാവരും കൂടെ നമ്മുടെ കൂട്ടത്തിൽ ജോയിൻ ചെയ്യുവാണ്. അപ്പോൾ ഇത് സത്യം പറഞ്ഞ ഒരു മലയാളികളുടെ മാത്രമല്ല, എല്ലാവരും കൂടെ നമ്മുടെ കൂട്ടത്തിൽ ഇത് ആഘോഷിക്കുന്നുണ്ട്. മുണ്ടൊക്കെ എടുത്തിട്ട് എങ്ങനെ, അടിപൊളിയാണോ? കൊള്ളാം. ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ദുബായിൽ. അപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ദൂരം ഓടിയാണ് ഇവിടെ വരെ വന്നത്. ഓണ ദിവസമാണല്ലോ കൂടുതൽ ആൾക്കാർ മുണ്ടെടുത്തിട്ട് നടക്കുന്നത്. അപ്പോൾ സാധാരണ പാൻറ്റൊക്കെ ഇട്ട് നടന്നിട്ട് മുണ്ടിലേക്ക് മാറുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം നമ്മൾ മുറിയിൽ മുണ്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ വെളിയിലോട്ട് ഇറങ്ങും. പിന്നെ ആദ്യം വന്നപ്പോൾ ആരും മുണ്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്ന ഒറ്റയ്ക്കാണോ എന്ന്. പിന്നെ ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ ഒരുപാട് ആൾക്കാർ മുണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മുണ്ടിൻ്റെ കൂടി ആഘോഷമാണ്. 100%. അതെ. ഇന്നിപ്പോൾ നിബിധനായിട്ട് അവധിയും കൂടി കിട്ടിയേക്കാണല്ലോ. അങ്ങനെ സാധാരണ തിരുവോണത്തിന് അവധി കൂടി ഒത്തുവരുന്നത് അപൂർവമല്ല. ഇത് അപൂർവമാണ്. അതുകൊണ്ടെല്ലാം നല്ല സന്തോഷമാണ്. എല്ലാവർക്കും അവധിയും ഓണവും എല്ലാം കൂടെ ആകുമ്പോൾ അടിച്ചു പൊളി. ഗൾഫ് രാജ്യത്ത് മൊത്തം അവധിയാണ് വെള്ളിയാഴ്ച ആയതുകൊണ്ട്. എന്താ ഓണപരിപാടിയോ? ഓണപ്പരിപാടി ഇപ്പോൾ ഇവരൊക്കെ മുണ്ടെടുത്ത് കണ്ടപ്പം ഞാനെന്താ മുണ്ടെടുക്കാണ്ട് വന്ന് പോയതെന്ന് ഞാൻ ചിന്തിക്കായിരുന്നു. എനിക്ക് മുണ്ടും സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ എടുത്ത് കണ്ടപ്പം മുണ്ടെടുത്തുകൊണ്ട് വരേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇവിടെ മലയാളികളല്ലാത്തവരും മുണ്ടെടുത്ത് നടക്കുന്ന ദിവസം അത് തന്നെ. എൻ്റെ ഒരു കൊളീഗ് ഉണ്ട്, നോർത്ത് ഇന്ത്യയിലുണ്ട്. ഞാൻ അങ്ങേരെ അപ്രസായിട്ട് കണ്ടപ്പോൾ അങ്ങേരെ മുണ്ടെടുത്തോണ്ട് വരുന്നുണ്ട്. അപ്പം എന്നെ നോക്കിയിട്ട് പറയാം, നീ മുണ്ടെടുത്തല്ല, ഞാൻ മുണ്ടെടുത്ത് എൻ്റെ അടുത്ത് നോക്കി പറയുന്നുണ്ടായിരുന്നു. ദുബൈയെ കുറിച്ച് പറയുകയാണെങ്കിൽ
ഇവിടെ ഓണം എന്നുള്ളത് ഒരു അന്താരാഷ്ട്ര ഉത്സവമാണ്. കാരണം പല ഭാഷക്കാർ, പല രാജ്യക്കാർ ഒത്തൊരുമിച്ച് ആഘോഷിക്കുന്നതാണ് ഇവിടുത്തെ ഓണം. യാസർ അറഫാത്തിനൊപ്പം ഷിനു ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്. നാട്ടിലെ ഓണത്തിന്റെ ഓർമ്മകളിലാണ് പ്രവാസികൾക്ക് ഇന്നും ഓണം. കളിയും ചിരിയും സൊറയുമായി വ്യത്യസ്ത കുടുംബങ്ങൾ ഒത്തുചേരുന്ന ആഘോഷം. നല്ല ഒന്നാന്തരം ഭക്ഷണവും സ്നേഹവും കിട്ടുന്ന ഒരു ഒത്തുചേരൽ. ദോഹയിൽ നിന്ന് അബ്ബാസ് മുഹമ്മു തയ്യാറാക്കിയ ഓണക്കാഴ്ച. ശരിക്കും ഖത്തറിലെ പ്രവാസിക്ക് ഡബിൾ ഓണമാണ്. ഇന്ന് അവധി ദിനമാണ്, അതോടുകൂടെ ഓണം കൂടിയാണ്. നാട്ടിലേതുപോലെ പൂവിളിയൊന്നുമില്ല, മെഴുകിയെടുക്കാൻ മുറ്റവുമില്ല, കളവുമില്ല. എങ്കിലും ഓണത്തിൻ്റെ ഒരു പൂക്കളമില്ലെങ്കിൽ എങ്ങനാ? ഫ്ലാറ്റിൻ്റെ 4 ചുവരിനുള്ളിൽ കിട്ടാവുന്ന പൂക്കൾ കൊണ്ടൊരു ഉഗ്രൻ കളമൊരുക്കി. ശരിക്കും ഗംഭീരം. പണ്ട് നമ്മൾ നാട്ടിൽ എന്താ പറയുക, കാലത്ത് എണീറ്റ് തുമ്പപ്പൂവും മുക്കുറ്റിപ്പൂവും ഒക്കെ പറിച്ച് അങ്ങനെയായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ നമ്മൾ കടയിൽ പോയിട്ട് മേടിക്കുന്നു. അപ്പോൾ പിള്ളേർക്ക് ആ ഒരു പോയി പറിക്കാന്നുള്ളൊരു ഫീലില്ല. പക്ഷെ ഇവിടുന്ന് മേടിക്കുന്നു, ഇടുന്നു, എന്നാലും അവർ ഓക്കെയാണ്. ഒത്തുചേരലല്ലേ ഓണത്തിൻ്റെ ഒരു ഓളം. അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ പ്രവാസി വിട്ടുകളയുന്നത് എങ്ങനെയാ? വന്നങ്ങ് കൂടി ആഘോഷിക്കുക തന്നെ. എല്ലാ വർഷവും നമ്മൾ ഒത്തുകൂടാറുണ്ട്. എവിടെയെങ്കിലും എല്ലാവരും കൂടെ ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കി ഒരു സ്ഥലത്ത് അങ്ങനെ വന്നിട്ട് കൂടാറുണ്ട്. ഓരോ തവണ ഓരോ വീടുകളിലായിരിക്കും. ഇത്തവണ ഇവിടെ ആയി. ഓണം അടിപൊളി. ഇവിടെ നമ്മൾ എല്ലാ കൊല്ലവും ഓരോ വീടുകളിൽ മാറി മാറി എല്ലാവരും കൂടി ഒരു 4-5 കറികൾ ഓരോരുത്തർ ഉണ്ടാക്കി നമ്മൾ ഒത്തുകൂടും. അതൊരു ആഘോഷം, പിള്ളേർക്കും അതൊരു എൻജോയ്മെന്റ്. ഓണപ്പുടവയൊക്കെ ഉടുത്ത് നല്ല മൊഞ്ചായിട്ടുണ്ട് കുഞ്ഞുങ്ങൾ. അവരുടെ കളിച്ചിരികളില്ലാതെ നമുക്ക് എന്താഘോഷം. ഇന്ന് വെള്ളിയാഴ്ച കൂടെ ആയത് കാരണം എല്ലാവരും ഒന്ന് ഫ്രീ ആയിട്ടുണ്ട്. പിന്നെ ഉണ്ട് എല്ലാവരും, പിന്നെ പിള്ളേരൊക്കെ ഒന്ന് അവധി ദിവസം കൂടെ ആയില്ലേ, സ്കൂളില്ലാത്ത കാരണം പിള്ളേരെല്ലാം ഒന്ന് എല്ലാവരും ഒരുമിച്ച് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായി. സൊറയും ചിരിയുമായി മിണ്ടി പറഞ്ഞിരിക്കെ കാര്യപരിപാടിയിലേക്ക് കടക്കാനുള്ള സമയമായി. അതിൻ്റെ സൂചനകൾ വന്നു തുടങ്ങിയിരുന്നു. നമ്മൾ പൈനാപ്പിൾ കിച്ചടി, ബീട്രൂട്ട് പായസം, ഇഞ്ചിക്കറി എല്ലാം ഉണ്ടാക്കി, സാമ്പാർ, പിന്നെ ഓരോരോ ഫാമിലികൾ അവരവരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. മുമ്പിൽ നിരന്നിരുന്ന വിഭവങ്ങളോട് ആരും ഒരു തെല്ലു മമത പോലും കാണിച്ചില്ല. വെച്ചങ്ങ് കാച്ചി. ഉണ്ടറിയണം ഓണം എന്നാണല്ലോ. വയറു നിറഞ്ഞ സ്ഥിതിക്ക് ഇനിയൊരു പാട്ടായാലോ? കുട്ടികളതിന് വട്ടം കൂട്ടി. ഓണം വന്നല്ലോ, അവസാനം ഒരു ഹാപ്പി ഓണം. ദോഹയിൽ നിന്ന് അഷ്റഫ് ഓമശ്ശേരിക്കൊപ്പം അബ്ബാസ് മുഹമ്മദ്, മീഡിയ 1. ബഹ്റൈൻ റിഫ മലയാളി അസോസിയേഷന്റെയും B9 ഹെൽത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. സംസ്ഥാന മുൻ മനുഷ്യാവകാശ സംഘടനാ ജനറൽ സെക്രട്ടറി പൊൻകുന്നം സോബി ഉദ്ഘാടനം ചെയ്തു. ബിബിജിത്ത് തിരുവനന്തപുരം, ജിനേഷ് ബേബി, അനീഷ് തങ്കച്ചൻ എന്നിവർ സംസാരിച്ചു. ബഹ്റൈൻ AKCCയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. പൂവിളിയും പൂക്കളവും അംഗങ്ങൾക്ക് ഓണസദ്യയും ഒരുക്കിയായിരുന്നു ആഘോഷം. പ്രവാസി സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവർ പങ്കെടുത്തു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. സെക്കൻഡറി സ്കൂളുകളിൽ ഫസ്റ്റ് എയ്ഡ് വിദ്യാഭ്യാസം ഉൾപ്പെടുത്തി സൗദി അറേബ്യ. വിദ്യാർത്ഥികൾക്ക് അടിയന്തര മെഡിക്കൽ സാഹചര്യങ്ങളിൽ ഇടപെടാനുള്ള പ്രായോഗിക കഴിവുകൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റേതാണ് തീരുമാനം. ആരോഗ്യ പ്രയാസങ്ങൾ ഉണ്ടായാൽ നൽകേണ്ട പ്രാഥമിക ശുശ്രൂഷ, രക്തസ്രാവം, അപകടത്തിൽ പരിക്കേൽക്കൽ, പൊള്ളൽ, സൂര്യാതപം, വൈദ്യുതാഘാതം തുടങ്ങി വിവിധ സാഹചര്യങ്ങളിൽ ഇടപെടാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുകയാണ് ലക്ഷ്യം. CPR പരിശീലനവും അടിയന്തര സാഹചര്യങ്ങളിൽ പ്രഥമ ശുശ്രൂഷ എന്നിവയും പാഠ്യവിഷയങ്ങളിൽ വരും. സൗദിയിലെ പൊതുവിദ്യാലയങ്ങൾക്കാണ് പദ്ധതി. വിദ്യാഭ്യാസ മന്ത്രാലയം, നാഷണൽ കരിക്കുലം സെന്റർ തുടങ്ങിയവയുടെ സഹകരണത്തോടെയാണിത്. സെക്കൻഡറി സ്കൂളുകളിലാണ് ബാധകം. ആരോഗ്യകരവും സുരക്ഷിതവുമായ സമൂഹം വളർത്തുക, സാമൂഹിക ഉത്തരവാദിത്തമുള്ള തലമുറയെ രൂപപ്പെടുത്തുക, അടിയന്തര സാഹചര്യങ്ങളിൽ വേഗത്തിലും ഫലപ്രദമായും പ്രതികരിക്കാൻ കഴിയുന്ന യുവാക്കളെ വളർത്തുക തുടങ്ങിയവയുടെ ഭാഗമായാണ് പദ്ധതി. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. വാണിജ്യ സ്ഥാപനങ്ങളിലെ പരിശോധന ശക്തമാക്കി കുവൈറ്റ് വാണിജ്യ വ്യവസായ മന്ത്രാലയം. വിവിധ ഗവർണറേറ്റുകളിലെ പരിശോധനയിൽ 995 നിയമലംഘനങ്ങൾ കണ്ടെത്തി. സൂപ്പർമാർക്കറ്റുകൾ, സഹകരണ സംഘങ്ങൾ, സ്റ്റോറുകൾ എന്നിവിടങ്ങളിലാണ് പരിശോധന കർശനമാക്കിയത്. വിലകൾ പരസ്യപ്പെടുത്താതെ വിൽക്കൽ, ലൈസൻസ് വ്യവസ്ഥകൾ ലംഘിക്കൽ തുടങ്ങിയ നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത്. നിയമം ലംഘിക്കുന്നവർക്കെതിരെ കടുത്ത നടപടികൾ തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി.
കുവൈത്തിലെ ആമദിയിൽ ഉപേക്ഷിച്ച വാഹനങ്ങൾക്കെതിരെ ശക്തമായ നടപടിയുമായി അധികൃതർ. സുരക്ഷാ ഡയറക്ടറേറ്റും മുനിസിപ്പാലിറ്റിയും ചേർന്ന് നടത്തിയ പരിശോധനയിൽ 20 വാഹനങ്ങൾ നീക്കം ചെയ്തു. 46 വാഹനങ്ങളിൽ മുന്നറിയിപ്പ് സ്റ്റിക്കറുകൾ പതിപ്പിച്ചു. ആവശ്യമായ നടപടി കൈക്കൊള്ളാത്ത പക്ഷം ഇവയും നീക്കം ചെയ്യുമെന്ന് അധികൃതർ വ്യക്തമാക്കി. വരും ദിവസങ്ങളിലും പരിശോധനകൾ തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. കുവൈറ്റിലെ ഫോർത്ത് റിംഗ് റോഡ് 45 ദിവസത്തേക്ക് ഭാഗികമായി അടച്ചിടും. ഷുബൈക്ക് ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്കുള്ള ഹുസൈൻ ബിൻ അലി അൽ റൂമി റോഡാണ് അടച്ചിടുന്നത്. ഫോർത്ത് റിംഗ് റോഡിൽ നിന്ന് എയർപോർട്ട് റോഡിലേക്കുള്ള ഓവർപാസിൽ നിന്ന് അൽ ഗസാലി റോഡ് വരെയായിരിക്കും ഗതാഗത നിയന്ത്രണം ഉണ്ടാവുക. യാത്രക്കാർ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. അജ്മാനിൽ താമസ കേന്ദ്രത്തിൽ തീപിടുത്തമുണ്ടായി. നുഐമിയ സ്ട്രീറ്റിനോട് ചേർന്ന ആളൊഴിഞ്ഞ താമസ സ്ഥലത്താണ് തീപിടുത്തമുണ്ടായത്. പോലീസും സിവിൽ ഡിഫൻസും ചേർന്ന് തീയണച്ചു. വീട്ടിനകത്തെ പെർഫ്യൂം ശേഖരമാണ് അപകടത്തിന് കാരണമായത്. സംഭവത്തിൽ ആർക്കും പരിക്കില്ലെന്ന് പോലീസ് അറിയിച്ചു. ഷുവൈക്കിൽ വാഹനങ്ങളിൽ നിന്ന് പണം മോഷ്ടിച്ച സംഘം പിടിയിൽ. കുവൈറ്റ് സുരക്ഷാ സേനയാണ് 4 എത്യോപ്യൻ പൗരന്മാരെ പിടികൂടിയത്. ദജീജ് പ്രദേശത്തെ ബാങ്കുകളിൽ നിന്ന് പണം പിൻവലിക്കുന്നവരെ ലക്ഷ്യമിട്ടാണ് സംഘം പ്രവർത്തിച്ചിരുന്നതെന്ന് അധികൃതർ പറഞ്ഞു. വ്യാജ ലൈസൻസ് പ്ലേറ്റുകൾ പതിപ്പിച്ച വാഹനങ്ങളിലാണ് പ്രതികൾ സഞ്ചരിച്ചിരുന്നത്. പ്രതികൾക്കെതിരായ നടപടികൾ പുരോഗമിക്കുകയാണ്. ഇലക്ട്രിക് കാറിൽ കുടുങ്ങിയ 2 പേരെ രക്ഷപ്പെടുത്തി ഷാർജ പോലീസ്. കാറിന്റെ തകരാറ് മൂലമാണ് ഇവർ അകത്ത് കുടുങ്ങിയത്. ഡോർ പോലും തുറക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് വിവരം പോലീസിനെ അറിയിക്കുന്നത്. കോൾ ലഭിച്ച് 10 മിനിറ്റിനകം സ്ഥലത്തെത്തി ഇവരെ സുരക്ഷിതമായി പുറത്തിറക്കി. പോലീസിലെ വിദഗ്ധ സംഘമാണ് കാറിന്റെ സെക്യൂരിറ്റി സിസ്റ്റം ഓഫ് ചെയ്ത് 2 പേരെയും രക്ഷിച്ചതെന്ന് ഷാർജ പോലീസ് അറിയിച്ചു. ICF ബഹ്റൈൻ സംഘടിപ്പിക്കുന്ന നബിദിന ക്യാമ്പയിന്റെ ഭാഗമായി സൽമാബാദ് റീജിയണൽ കമ്മിറ്റി മദ്ഹൂർ റസൂൽ സമ്മേളനം സംഘടിപ്പിച്ചു. അബ്ദുറഹീം സഖാഫിയുടെ അധ്യക്ഷതയിൽ അഡ്വക്കേറ്റ് MC അബ്ദുൽ കരീം പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരി മുഖ്യപ്രഭാഷണം നടത്തി. കുവൈത്തിൽ മയക്കുമരുന്ന് കേസിൽ നീതിന്യായ മന്ത്രാലയത്തിലെ 3 ജീവനക്കാർ പിടിയിലായി. ഇവരിൽ നിന്ന് കഞ്ചാവ്, തൂക്കമളക്കുന്ന ഉപകരണങ്ങൾ, ഒഴിഞ്ഞ ബാഗുകൾ എന്നിവ പിടിച്ചെടുത്തു. പ്രതിയുടെ വീട്ടിലെ പരിശോധനയ്ക്കിടെ പ്രതിയുടെ അമ്മയുടെയും സഹോദരിയുടെയും ആക്രമണത്തിൽ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥന് ഗുരുതരമായി പരിക്കേറ്റു. ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ജിദ്ദയിൽ പുതിയ ബസ് റൂട്ടുകൾ ആരംഭിച്ചു. 50 ട്രിപ്പുകളാണ് ബസ്സുകൾ സർവീസ് നടത്തുക. രാവിലെ 5 മുതൽ രാത്രി 11:30 വരെയായിരിക്കും സർവീസ്. നഗരത്തിന്റെ വടക്കൻ താമസ കേന്ദ്രങ്ങളെയും വിനോദ കേന്ദ്രങ്ങളെയും ബന്ധിപ്പിക്കുന്നതാണ് പുതിയ റൂട്ട്. ജിദ്ദയുടെ വടക്ക് പ്രദേശങ്ങളായ മർവ, അൽ കൗസർ, ഹംദാനിയ തുടങ്ങി പ്രദേശങ്ങൾ വഴിയാണ് പുതിയ റൂട്ട്. ജിദ്ദയിലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ മാസ്റ്റർ പ്ലാൻ പ്രകാരമാണ് യാത്രാ സൗകര്യം വിപുലീകരിക്കുന്നത്. താമസ കേന്ദ്രങ്ങളെയും വിനോദ കേന്ദ്രങ്ങളെയും പുതിയ സർവീസ് ബന്ധിപ്പിക്കും. ജിദ്ദയിലെ പ്രധാന സ്റ്റേഡിയം ഉൾക്കൊള്ളുന്ന കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റിയിലേക്കും ഇതുവഴി എത്താനാവും. രാവിലെ 5:30 ആരംഭിച്ച് രാത്രി 11:30 വരെ യാത്ര ചെയ്യാം. 50 സർവീസുകളാണ് നിലവിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. നേരത്തെ 7 പ്രധാന റൂട്ടുകളിൽ ജിദ്ദ ട്രാൻസ്പോർട്ടേഷൻ കമ്പനിക്ക് കീഴിൽ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. ആധുനിക സൗകര്യങ്ങളുടെ മികച്ച ഇലക്ട്രിക് ബസ്സുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ടിക്കറ്റിംഗ് സംവിധാനം വഴി കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭ്യമാവും. ശീതീകരിച്ച ബസ് സ്റ്റോപ്പ് യാത്രക്കാർക്ക് ഏറെ ആശ്വാസകരമാണ്. ജിദ്ദയിലെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടികൾ. മീഡിയ 1 ജിദ്ദ. വടക്ക് പടിഞ്ഞാറൻ സൗദിയിലെ റെഡ് സീ വിമാനത്താവളത്തിലേക്ക് സർവീസുമായി ഖത്തർ എയർവേസ്. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നിന്ന് ആഴ്ചയിൽ 3 സർവീസാണ് ഉണ്ടാവുക. ഒക്ടോബർ 21-നായിരിക്കും സർവീസ് ആരംഭിക്കുന്നത്. ചെങ്കടൽ മേഖലയിലെ ടൂറിസത്തിന് ഊർജ്ജം നൽകുന്നതാകും സർവീസ്. കുവൈത്തിൽ ചന്ദ്രഗ്രഹണത്തോടനുബന്ധിച്ച് പ്രത്യേക പ്രാർത്ഥനകൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. എല്ലാ ഗവർണറേറ്റുകളിലെയും പള്ളി ഡയറക്ടർമാർക്ക് ഞായറാഴ്ച രാത്രി ഗ്രഹണ നമസ്കാരം നടത്താൻ ഇസ്ലാമിക കാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകി. രാത്രി 8 മണിക്ക് ആരംഭിക്കുന്ന പ്രാർത്ഥനകൾ രാജ്യത്തെ 106 പള്ളികളിൽ ഒരുമിച്ചാണ് നടക്കുക. കുവൈത്തിൽ പൂർണ്ണ ചന്ദ്രഗ്രഹണം ദൃശ്യമായിരിക്കുമെന്നതിനാൽ രാജ്യത്തുടനീളമുള്ള വിശ്വാസികൾ ഒരുമിച്ച് പ്രാർത്ഥനയിൽ പങ്കെടുക്കണമെന്ന് മന്ത്രാലയം ആഹ്വാനം ചെയ്തു. ബഹ്റൈനിലെ വടകര നിവാസികളുടെ കൂട്ടായ്മയായ സഹൃദയ വേദിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഓണാഘോഷം ഈ മാസം 19-ന് നടക്കും. പൂവിളി 2025 എന്ന പേരിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. മുഹറഖിലെ സയാനി ഹാളിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ വിവിധ കലാപരിപാടികളും മത്സരങ്ങളും അരങ്ങേറും. സൗദിയിൽ വാഹനങ്ങളുടെ സാങ്കേതിക പരിശോധനാ കേന്ദ്രങ്ങളായ ഫഹസ് കേന്ദ്രങ്ങൾക്ക് പുതിയ വ്യവസ്ഥകൾ ഏർപ്പെടുത്തി. ഫഹസിനായി എത്തുന്ന ഗുണഭോക്താക്കളുടെയും ജീവനക്കാരുടെയും സുരക്ഷ കണക്കിലെടുത്താണ് തീരുമാനം.
വാഹനങ്ങളുടെ വാർഷിക സാങ്കേതിക പരിശോധന നടത്തുന്നവയാണ് ഫഹസ് കേന്ദ്രങ്ങൾ. ഇവരാണ് വ്യവസ്ഥകൾ പാലിക്കേണ്ടത്. കേന്ദ്രങ്ങളുടെ സ്ഥലവിസ്തൃതി, പാർക്കിംഗ്, സുരക്ഷ, ദൂരം തുടങ്ങിയവയിലാണ് മാനദണ്ഡങ്ങൾ. ഫഹസ് കേന്ദ്രങ്ങളിൽ ശീതീകരണ സംവിധാനം ഏർപ്പെടുത്തണം. അഗ്നിരക്ഷാ സംവിധാനങ്ങൾ, ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക സൗകര്യങ്ങൾ തുടങ്ങി ഫഹസ് കേന്ദ്രങ്ങളുടെ മുഖച്ഛായ മാറ്റുന്നതാണ് നിർദ്ദേശങ്ങൾ. CCTV ക്യാമറകൾ നിർബന്ധമാണ്. പേയ്മെന്റ് സംവിധാനം ഒരുക്കണം. ഡിജിറ്റൽ ലൈസൻസ് ബോർഡുകൾ പ്രദർശിപ്പിക്കുക, ശുചിത്വം പാലിക്കുക തുടങ്ങിയ നിരവധി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ലഘു വാഹന പരിശോധനാ കേന്ദ്രങ്ങൾ, ഹെവി വാഹനങ്ങൾ പരിശോധിക്കുന്നതിന് പ്രത്യേക കേന്ദ്രം, മൊബൈൽ പരിശോധനാ യൂണിറ്റ് തുടങ്ങി വ്യത്യസ്ത കേന്ദ്രങ്ങളായാണ് പ്രവർത്തിക്കുക. പൊതുസുരക്ഷയും നഗരങ്ങളുടെ സൗന്ദര്യവും വാഹന സേവന മേഖലയിലെ നിക്ഷേപവും ലക്ഷ്യമിട്ടാണ് നടപടി. മീഡിയ 1 ജിദ്ദ. ബഹ്റൈനിൽ കൊല്ലം പ്രവാസി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പൊന്നോണം 2025 എന്ന പേരിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഈ മാസം സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 24 വരെയായിരിക്കും പരിപാടികൾ. ഓണസദ്യ, ഓണക്കളികൾ, കലാപരിപാടികൾ എന്നിവ അരങ്ങേറുമെന്ന് സംഘാടകർ അറിയിച്ചു. ബഹ്റൈനിൽ ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നവരാത്രി ആഘോഷവും വിദ്യാരംഭവും ഈ മാസം 22 മുതൽ ഒക്ടോബർ 2 വരെ നടക്കും. ഡോക്ടർ രാജു നാരായണസ്വാമി IAS മുഖ്യാതിഥിയാകും. ഒക്ടോബർ 2 രാവിലെ 4:30 മുതൽ ഡോക്ടർ രാജു നാരായണസ്വാമി കുരുന്നുകൾക്ക് അറിവിന്റെ ആദ്യാക്ഷരം പകർന്നു നൽകും. മലയാളം മിഷന്റെ സീനിയർ ഹയർ ഡിപ്ലോമ കോഴ്സായ നീലക്കുറിഞ്ഞി 2025 പരീക്ഷയിൽ ബഹ്റൈനിൽ നിന്നും പരീക്ഷ എഴുതിയ മുഴുവൻ പേരും വിജയിച്ചു. ഇന്ത്യക്ക് പുറത്തെ ഏക ചാപ്റ്ററാണ് ബഹ്റൈനിലേത്. ബഹ്റൈൻ കേരളീയ സമാജം മലയാളം പാഠശാലയിലെ പഠിതാക്കളാണ് എല്ലാവരും. മലയാളം മിഷൻ ബഹ്റൈൻ ചാപ്റ്റർ പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ളയും ചാപ്റ്റർ സെക്രട്ടറി ബിജു A സതീഷും വിജയികൾക്ക് അനുമോദനങ്ങൾ അറിയിച്ചു. കുവൈത്തിലെ വൈദ്യുതി ജല മന്ത്രാലയം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 3.5 ബില്യൺ ദിനാർ കമ്മി രേഖപ്പെടുത്തി. ധനകാര്യ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം വരുമാനം 483.6 മില്യൺ ദിനാറിലും ചെലവ് 4.05 ബില്യൺ ദിനാറിലും എത്തി. വൈദ്യുതി ജല പ്ലാന്റുകൾ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ എണ്ണയും ലൂബ്രിക്കന്റുകളും വാങ്ങുന്നതിനാണ് ഏറ്റവും കൂടുതൽ ചെലവ്. അതേസമയം മന്ത്രാലയത്തെ പൊതുസ്ഥാപനമാക്കി മാറ്റുകയും വൈദ്യുതി ജലസേവനങ്ങളിൽ സ്വകാര്യ മേഖലയെ ഉൾപ്പെടുത്തുകയും ചെയ്താൽ സർക്കാരിന് പ്രതിവർഷം 2.5 ബില്യൺ ദിനാർ വരെ ലാഭിക്കാമെന്ന് സാമ്പത്തിക വിദഗ്ധൻ ഹജ്ജാജ് ബുഖാദൂർ പറഞ്ഞു. കുവൈത്ത് KMCC കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ പോസ്റ്റർ പ്രകാശനം ചെയ്തു. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി തങ്ങൾ മൻസൂർ ചൂരിക്ക് നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. ജില്ലാ പ്രസിഡന്റ് റസാഖ് അയ്യൂർ അധ്യക്ഷത വഹിച്ചു. KMCC കുവൈറ്റ്, ദുബായ് നേതാക്കൾ പങ്കെടുത്തു. ജനുവരി 30 നടക്കുന്ന ജില്ലാ സമ്മേളനത്തിൽ KM ഷാജി MLA-മാരായ NA നെല്ലിക്കുന്ന്, AK മഷ്റഫ്, മുസ്ലിം ലീഗ് ജില്ലാ നേതാക്കളടക്കം പങ്കെടുക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി സാംസ്കാരിക പരിപാടികളും വിവിധ മത്സരങ്ങളും സംഘടിപ്പിക്കും. സാമൂഹ്യ പ്രവർത്തകൻ ബൈജു ഹംസയ്ക്ക് യാത്രയയപ്പ് നൽകി. ജോലി ആവശ്യാർത്ഥം കുവൈറ്റിൽ നിന്ന് അബുദാബിയിലേക്കാണ് അദ്ദേഹം മാറിപ്പോകുന്നത്. ഇസാഖ് കൊയിലും അബു കോട്ടയിലും ഉപഹാരങ്ങൾ കൈമാറി. IK ഗഫൂർ അധ്യക്ഷത വഹിച്ചു. റിഗായിലെ ഗർനാത്ത റെസ്റ്റോറന്റ് ഹാളിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനത്തിൽ നിരവധി അംഗങ്ങൾ പങ്കെടുത്തു. റഹീം താരംപറമ്പിൽ, ഷുഐബ് റഷീദ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കുവൈത്ത് KMCC നാദാപുരം മണ്ഡലം P. ഷാദുലി മെമ്മോറിയൽ എഡ്യൂക്കേഷണൽ എംപവർമെന്റ് അവാർഡ് വിതരണം ചെയ്തു. മദ്രസ പൊതുപരീക്ഷകളിലും SSLC, +2 പരീക്ഷകളിലും ഉയർന്ന മാർക്ക് നേടിയ മണ്ഡലം KMCC അംഗങ്ങളുടെ മക്കൾക്ക് പുരസ്കാരം നൽകി. കുവൈത്ത് KMCC സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് MR നാസർ, ഇബ്രാഹിം കൊടക്കാട്, VTK മുഹമ്മദ്, VV കുഞ്ഞബ്ദുള്ള എന്നിവർ പങ്കെടുത്തു. മണ്ഡലം ഭാരവാഹികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഷാർജയിലെ സഫാരി മാൾ 7ാം വർഷത്തിലേക്ക്. ഷാർജ മുവൈലയിലെ സഫാരി മാളിൽ വിപുലമായ പരിപാടികളാണ് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയത്. രണ്ടായിരത്തി 2019 ഷാർജ മുവേലിയിൽ ആരംഭിച്ച സഫാരി മാൾ ഇന്ന് UAE ജനങ്ങളുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ്. പ്രൗഢഗംഭീരമായാണ് സഫാരി വാർഷികം ആഘോഷിച്ചത്. കഴിഞ്ഞ 6 വർഷമായി വ്യത്യസ്ത രീതിയിലുള്ള ഷോപ്പിംഗ് അനുഭവം ഉപഭോക്താക്കൾക്ക് സമ്മാനിക്കാൻ സഫാരിക്ക് കഴിഞ്ഞുവെന്ന് സഫാരി ഗ്രൂപ്പ് ചെയർമാൻ അബൂബക്കർ മാടപ്പാട്ട് പറഞ്ഞു. വാർഷികവും ഓണാഘോഷവും അനുബന്ധിച്ച് ഷാർജയിലെയും റാസൽ ഖൈമയിലെയും സഫാരി ഔട്ട്ലെറ്റുകളിൽ 1 മാസം നീണ്ടു നിൽക്കുന്ന കലാപരിപാടികളാണ് ഒരുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വ്യത്യസ്തമായ ഒത്തിരി പരിപാടിയോടുകൂടിയാണ് ഞങ്ങൾ ഈ കസ്റ്റമേഴ്സിനെ ഷാർജയിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്.
ഞങ്ങളുടെ ഈ ഇത്ര കാലം ഞങ്ങളെ സെർവ് ചെയ്ത എല്ലാ കസ്റ്റമേഴ്സിനും ഞങ്ങളുടെ നന്ദിയും കടപ്പാടും ഉണ്ട്. സഫാരിയെ ഹൃദയം കൊണ്ടാണ് UAE-ലുള്ളവർ സ്വീകരിച്ചതെന്നും അതിന്റെ തെളിവാണ് 40 ദശലക്ഷത്തോളം ഉപഭോക്താക്കൾ സഫാരിയുടെ ഭാഗമായതെന്നും എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷമീം ബക്കർ പറഞ്ഞു. ഈ കഴിഞ്ഞ 6 കൊല്ലത്തിൻ്റെ ഇടയിൽ ഓൾമോസ്റ്റ് ഒരു 40 മില്യണോളം കസ്റ്റമേഴ്സിനെ സെർവ് ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ നമ്മൾ വല്ലാണ്ടധികം സന്തോഷിക്കുന്നുണ്ട്. ലാസ്റ്റ് ഇയർ ഡിസംബറിൽ ഞങ്ങൾ റാസൽ ഹൈമയിൽ ഒരു മോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അവിടെയും ഇതേപോലെ നല്ല രീതിയിലാണ് സ്വീകരണം ലഭിച്ചിട്ടുള്ളത്. സോ വി ആർ വെരി ഹാപ്പി ടു സെർവ് ദ കസ്റ്റമേഴ്സ്. വാർഷികാഘോഷ ചടങ്ങിൽ ഷെയ്ഖ് സാലിം ബിൻ അബ്ദുറഹ്മാൻ അൽ കാസിമി, ഷെയ്ഖ് അർഹമ ബിൻ സൗദ് അൽ കാസിമി, ഷാഹിദ് ബക്കർ തുടങ്ങിയവരും പങ്കാളികളായി. മീഡിയ 1 ഷാർജ. കുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷൻ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. കൊയിലാണ്ടി ബദ്രിയ മദ്രസ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ MK മുസ്തഫ അധ്യക്ഷനായി. PK അക്ബർ സിദ്ദീഖ് ഉദ്ഘാടനം നിർവഹിച്ചു. 100-ലേറെ വിദ്യാർത്ഥികൾക്ക് അവാർഡുകൾ വിതരണം ചെയ്തു. സൈക്കോളജി പ്രൊഫസർ ഗഫൂർ തിക്കോടി, പ്രമുഖ പ്രവാസി എഴുത്തുകാരൻ നജീബ് മൂടാടി എന്നിവർ ആശംസകൾ നേർന്നു. ഖുർആൻ മനപ്പാഠം നടത്തിയ ഹാഫിസ് ഇസാൻ അഹമ്മദിനെ ചടങ്ങിൽ പ്രത്യേകമായി ആദരിച്ചു. K സിദ്ദീഖ് കൂട്ടുമുഖം, വാർഡ് കൗൺസിലർ അസീസ് മാസ്റ്റർ, HA ഗഫൂർ, KK അബ്ദുള്ള, റസാഖ് മേലാടി എന്നിവർ പ്രസംഗിച്ചു. UA ബക്കർ, കുട്ടിയാലി ഹാജി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അബുദാബിയിൽ അശ്രദ്ധമായി റോഡിലേക്ക് പ്രവേശിച്ച കാർ അപകടമുണ്ടാക്കി. അബുദാബി പോലീസാണ് ദൃശ്യങ്ങൾ പങ്കുവച്ചത്. സ്റ്റോപ്പ് സൈൻ ശ്രദ്ധിക്കാതെ റോഡിലേക്ക് കടന്ന കാർ മറ്റൊരു വാഹനത്തെ അപകടത്തിൽപ്പെടുന്നതിനാണ് ദൃശ്യങ്ങൾ വന്നത്. അശ്രദ്ധമായി വാഹനം ഓടിക്കുന്നത് ജീവനെടുക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. ഡ്രൈവ് ചെയ്യുമ്പോൾ പൂർണ്ണമായും റോഡിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും പോലീസ് ഓർമ്മിപ്പിച്ചു. സൗദിയിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പാർസൽ ഡെലിവറിക്ക് തുടക്കമായി. ജിദ്ദയിൽ നടന്ന ആദ്യ ഡെലിവറി പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി. അറാംബെക്സ് കമ്പനിയുമായി സഹകരിച്ച് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. ജിദ്ദ ഇസ്ലാമിക് തുറമുഖത്തിലെ ലോജിസ്റ്റിക് ഹബ്ബിൽ നിന്നും ബലദിലെ സൗദി നാഷണൽ ബാങ്ക് ഹെഡ്ക്വാർട്ടേഴ്സിലേക്കാണ് ആദ്യ ഡെലിവറി. നഗരത്തിലെ പ്രധാന കച്ചവട വ്യവസായ മേഖലകൾ ബന്ധിപ്പിക്കുന്ന റൂട്ടിലാണ് പരീക്ഷണം. സൗദി സിവിൽ ഏവിയേഷൻ ആറാമെക്സുമായി സഹകരിച്ച് നടത്തിയ പരീക്ഷണം വിജയകരമായി പൂർത്തിയായി. പെട്ടെന്നുള്ള ഡെലിവറി സാധ്യമാകുമെന്നതാണ് പ്രത്യേകത. തിരക്കേറിയ നഗരങ്ങളിലും ദൂരെയുള്ള മലയോര പ്രദേശങ്ങളിലും ഒരുപോലെ സേവനം എത്തിക്കും. ഗതാഗത ചെലവ് കുറയും. സേവനത്തിന്റെ വിശ്വാസ്യതയും വേഗതയും ഉയരുമെന്നതും ഡ്രോൺ ഡെലിവറിക്ക് സ്വീകാര്യത നൽകുന്നതാണ്. ഇ-കൊമേഴ്സ് വ്യാപാരത്തിന് വലിയ സാധ്യത ലഭിക്കാനും ഡ്രോൺ ഡെലിവറി വഴിയൊരുക്കും. വാഹന ഗതാഗതത്തെ അപേക്ഷിച്ച് ഏറെ പരിസ്ഥിതി സൗഹൃദവും കൂടിയാണ് ഡ്രോണുകൾ. സുരക്ഷയും അന്താരാഷ്ട്ര നിലവാരമുള്ള നിയമങ്ങളും പാലിച്ച് സൗദിയിൽ വ്യാപകമായി ഇവ ഉപയോഗപ്പെടുത്താനാണ് ലക്ഷ്യമിടുന്നത്. റോബോട്ടിക്സ്, AI, സ്മാർട്ട് ട്രാക്കിംഗ് എന്നീ മേഖലകളിൽ കൂടുതൽ നിക്ഷേപങ്ങൾക്ക് അവസരവും ഒരുക്കുന്നുണ്ട്. മീഡിയ 1 ജിദ്ദ. വേനൽ ചൂടിന് ആശ്വാസം പകർന്ന് ഖത്തറിൽ മഴ. അൽ റയ്യാൻ, മസായിദ്, അബൂനഖ തുടങ്ങിയ സ്ഥലങ്ങളിൽ നല്ല മഴ ലഭിച്ചു. വ്യാഴാഴ്ച രാത്രിയും ശനിയാഴ്ച രാവിലെയും മഴ പെയ്തു. ചിലയിടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയാണ് ഉണ്ടായത്. വാരാന്ത്യത്തിൽ മഴയുണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് പ്രഖ്യാപിച്ചിരുന്നു. വേനൽ ചൂടിനും കുറവുണ്ടായി. നൌക ബഹ്റൈന്റെ ആഭിമുഖ്യത്തിൽ സമന്വയം 2025 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന കലാസാംസ്കാരിക പരിപാടിക്ക് തുടക്കമായി. പരിപാടികൾ 3 മാസം നീണ്ടു നിൽക്കും. BMCയുമായി സഹകരിച്ചൊരുക്കുന്ന പരിപാടി സച്ചിൻ ദേവ് ഉദ്ഘാടനം ചെയ്തു. ബിനു കുമാർ കൈനാട്ടി പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. അഫ്ഗാനിസ്ഥാനിലെ ഭൂകമ്പ ബാധിതർക്ക് മാനുഷിക സഹായം എത്തിച്ച് ഖത്തർ. അവശ്യ സഹായങ്ങൾ അടങ്ങിയ 5 ഖത്തർ വിമാനങ്ങൾ കൂടി കാബൂളിലെത്തി. മെഡിക്കൽ ഉപകരണങ്ങൾ, ടെന്റുകൾ, ഹൈജീൻ കിറ്റുകൾ എന്നിവയാണ് വിമാനങ്ങളിലുള്ളത്. അഫ്ഗാൻ ഐക്യദാർഢ്യം അറിയിച്ച് മന്ത്രി മറിയം മിസ്നദിന്റെ നേതൃത്വത്തിലുള്ള ഖത്തർ ഉന്നതതല സംഘം കഴിഞ്ഞ ദിവസം കാബൂളിലെത്തിയിരുന്നു. ഓണക്കാഴ്ചകളുമായി സംഗീത ഉപഹാരം ഒരുക്കി ബഹ്റൈനിലെ പ്രവാസി മലയാളികളുടെ സംഘം ഗാന ചിത്രീകരണം പുറത്തിറക്കി. ബഹ്റൈന്റെ വിവിധ ഭാഗങ്ങളിലായി ചിത്രീകരിച്ച ഗാനം യൂട്യൂബിലാണ് റിലീസ് ചെയ്തത്. Saga
ബഹ്റൈനിലെ ഓണക്കാഴ്ചകളും കുട്ടികളുടെ ഓണപ്പാട്ടുമായി പൂവാം കുരുന്നിനും തിരുവാതിര എന്ന പേരിലുള്ള ഗാനം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പകർത്തിയ ദൃശ്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ചിത്രീകരിച്ചത്. ഹൂറ, സൽമാനിയ എന്നീ പ്രദേശങ്ങളിലായിരുന്നു ഗാന ചിത്രീകരണം. ബഹ്റൈനിലെ ഒരു സംഘം പ്രവാസികളാണ് ഓണാഘോഷത്തിന്റെ ഭാഗമായി ഗാനോപഹാരം പുറത്തിറക്കിയത്. JV മീഡിയയുടെ ബാനറിൽ നിർമ്മിച്ച ഗാനത്തിന്റെ രചനയും സംവിധാനവും ജിതേഷ് വേളം നിർവഹിച്ചു. ശശീന്ദ്രൻ VV സംഗീതം നൽകുകയും എഡിറ്റിംഗ് നിർവഹിക്കുകയും ചെയ്തു. ആലാപനം പുണ്യ ഷാജി, അലൻ തോമസ് റെജി, ആത്മിക അനൂപ് എന്നിവരാണ് നിർവഹിച്ചത്. രാജേഷ് മാഹിയുടേതാണ് ഛായാഗ്രഹണം. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ.